അയ്യപ്പൻ്റെ സ്വർണം കെട്ടത് LDF അല്ലാതെ മറ്റാരാ? പെൻഷൻ മുടക്കിയത് LDF അല്ലാതെ മറ്റാരാണ്? പരീക്ഷ താമസിപ്പിച്ചത് LDF അല്ലാതെ മറ്റാരാണ്? ആരോഗ്യരംഗത്ത് ആശുപത്രിയിൽ പോയ കെട്ടിടം ഇടിഞ്ഞ് വീണ് മരിക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് LDF അല്ലാതെ മറ്റാരാണ്? പ്രസവിക്കാൻ പോയ കൊച്ചിനെ എടുത്തിട്ട് കത്രിക തിരിച്ച് കെട്ടിവെച്ച കാലഘട്ടം മറ്റാരുടേതാണ്? ഈ പറഞ്ഞതുപോലെ കരുവന്നൂരടക്കം സഹകരണ മേഖല അടിച്ചു മാറ്റിയത് ആരാണ്? വേറെ ആരാണ്? PSC പരീക്ഷ എഴുതി എഴുത്തു പരീക്ഷയും അതുപോലെ കായികക്ഷമത പരീക്ഷയൊക്കെ പാസ്സായി റാങ്ക് ലിസ്റ്റ് കയറിയിട്ട് 1ാം റാങ്ക് കിട്ടിയിട്ട് 1ാം റാങ്കുകാർക്ക് ജോലിയില്ല, പാർട്ടിക്കാർക്ക് ജോലിയുള്ളത് കൊടുത്തത് LDF അല്ലാതെ വേറെ ആരാണ്? ഈ നാട്ടിൽ എത്ര തവണയാണ് റേഷൻ കടയിൽ അരി ഇല്ലാതായത്? റേഷൻ കടയിൽ നിന്ന് പഞ്ചസാരയെ പടിയടച്ച് പിണ്ടം വെച്ചത് LDF അല്ലാതെ വേറെ ആരാണ്? ഈ നാട്ടിൽ നിത്യോപയോഗ സാധനങ്ങൾ വില കൂട്ടിയത് LDF അല്ലാതെ വേറെ ആരാണ്? ഈ നാട് മുടിച്ചത് LDF അല്ലാതെ വേറെ. യുദ്ധസമയത്ത് ഉയർന്ന പട്ടാളത്തിന്റെ ഉദ്യോഗസ്ഥരും മറ്റും ചേർന്ന് ഒരു മുറിയിലിരുന്ന് യുദ്ധതന്ത്രങ്ങൾ മെനയും. ശത്രുവിനെ എങ്ങനെ അടിക്കണമെന്നും ശത്രു എതിരേക്ക് നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ടെന്നും അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നും നമുക്ക് എതുവഴി നുഴഞ്ഞു കയറി അല്ലെങ്കിൽ എതുവഴി നമുക്കവരെ ആക്രമിക്കാമെന്നും ഉള്ള തന്ത്രങ്ങൾ മെനയും. ഇങ്ങനെ മെനയുന്ന ഈ മുറിയുടെ പേര് വാർ റൂം എന്നാണ്. വാർ റൂം, അതായത് ഈ വാർ റൂമിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുന്നത്. ഇലക്ഷൻ പ്രഖ്യാപിക്കുമെന്ന് അറിഞ്ഞാൽ ഉടനെ തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും തങ്ങളുടേതായ വാർ റൂമുകൾ ഉണ്ടാക്കും. അവിടെ ഇരുന്ന് ഭരണകക്ഷിക്കെതിരെ എന്താണ് നാം ആരോപിക്കേണ്ടതെന്ന് തീരുമാനമെടുത്ത് നേതാക്കൾക്ക് ആ വിവരം കൊടുക്കുന്നു. അവർ അതാണ് ജനങ്ങളുടെ ഇടയിലേക്ക് വന്ന് പറയുന്നത്. എന്നാൽ പണ്ടത്തെ വാർ റൂമിന്റെ രീതിയിലാണ് ഈ ബിന്ദു കൃഷ്ണ ഇവിടെ സംസാരിക്കുന്നത്. അവർ ഈ ആരോപിക്കുന്ന ആരോപണങ്ങൾ അതേപടി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയ്യപ്പന്റെ സ്വർണം കട്ടത് LDF അല്ലാതെ മറ്റാരാന്ന് ചോദിച്ചാൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ സമുന്നതരായ നേതാക്കളോടൊപ്പം ഈ മോഷണ സംഘത്തിലുണ്ടായിരുന്നവർ മറ്റ് കോൺഗ്രസിന്റെ മറ്റ് നേതാക്കളെ സന്ദർശിക്കുന്നതും അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നതുമായ ചിത്രങ്ങൾ ജനങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ മോഷണത്തിന് രാഷ്ട്രീയമില്ല. മോഷ്ടിക്കണം എന്ന് തീരുമാനിക്കുന്നവരെല്ലാം രാഷ്ട്രീയം വിട്ട് ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നെങ്കിലേ മോഷണം ഫലവത്താവുകയുള്ളൂ. അതുകൊണ്ട് അയ്യപ്പന്റെ സ്വർണം കട്ടത് ആരാ എന്ന് ചോദിച്ചാൽ അത് LDF ആണെന്ന് പറയാൻ പറ്റത്തില്ല. കുറെ കള്ളന്മാർ ചേർന്ന് നടത്തിയതാണ്. അതിനകത്ത് LDFും കോൺഗ്രസും BJPയും ഉണ്ടെന്ന് കേരളം കണ്ടു കഴിഞ്ഞു. ഇപ്പോഴും പലരും അകത്ത് കിടക്കുകയാണ്. പുറകത്ത് ജാമ്യത്തിൽ നിൽക്കുന്നവർ അവർ കട്ടിട്ടില്ല എന്ന് ഇതുവരെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല. പിന്നെ റേഷന്റെ കാര്യവും മറ്റും ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പറഞ്ഞു പോകുന്നു. ഇതെല്ലാം കേരളം കണ്ടതുമാണ്. ഓരോ ലോകമുണ്ടായ കാലം മുതൽ ഈ ലോകത്ത് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 2 വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ അത് ഈ ഗവൺമെന്റിന്റെ തലയിൽ കെട്ടിവെക്കാൻ പറ്റുന്നത് പോലെ ഉള്ളൂ. ഈ ആശുപത്രിയിലുണ്ടായ അപകടത്തെപ്പറ്റി ഞാൻ ഇതിന് മുൻപ് പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ ചെയ്ത് നിങ്ങളെല്ലാവരും അത് കണ്ടതുമാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാർ റൂമിലിരുന്ന് പ്ലാൻ ചെയ്ത് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കയില്ല. കേരള ജനതയുടെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ഇത്തരം അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നോക്കിയാൽ അവിടുത്തുകാർ വിശ്വസിക്കും. ഇവിടുത്തുകാർ ആരും വിശ്വസിക്കുകയില്ല. പെൻഷൻ മുടക്കിയത് ആരാണെന്നുള്ള ചോദ്യത്തിൽ നിന്ന് തന്നെ ഇവരുടെ ഈ ആരോപണം തെറ്റാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായില്ലേ? പെൻഷൻ ഇവിടെ കൊടുത്തതാരാ എന്നാണ് ചോദിക്കേണ്ടത്. പെൻഷൻ മുടക്കിയെന്നല്ല. ബാങ്ക് കൊള്ള എല്ലാ രാഷ്ട്രീയക്കാരും നടത്തിയിട്ടുണ്ട്. ഇതൊന്നും ഭരിക്കുന്ന ഗവൺമെന്റിന്റെ മേൽ അടിച്ചേൽപ്പിക്കാവുന്നതല്ല. വ്യക്തികളും സ്ഥാപനങ്ങളും നടത്തുന്ന എല്ലാ അഴിമതികളും സർക്കാരിന്റെ തലയിൽ വെച്ച് കെട്ടാനാവില്ല. അതുകൊണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ആരോപണങ്ങൾ ആരും അംഗീകരിക്കുകയുമില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ നമസ്കാരം.